അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹൃദയ മാന്ത്രികതയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ കൃതജ്ഞതയൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളിങ്ങനെ ഓരോ ദിവസവും ഓരോ ഓർത്തോർത്ത് കൃതജ്ഞത പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് നല്ലൊരു വികാസം വന്നിട്ടുണ്ടല്ലേ? കാരണം നിങ്ങളുടെ ഫേസിനൊക്കെ നല്ല തിളക്കം വന്നു. നിങ്ങളുടെ വാക്കുകൾക്കൊരു ഭയങ്കര, ഏതൊരാളും നിങ്ങളെ കേൾക്കണ ലെവലിലേക്കായി. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും നിങ്ങളിപ്പോൾ ഒരു പ്രകാശമുള്ള ഒരു വളരെ അധികം ആൾക്കാരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് ഈ കൃതജ്ഞത, ഈ ഒരു പരിശീലനത്തിൻ്റെ പ്രത്യേകത. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃതജ്ഞതയുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ആ കൃതജ്ഞത കൊണ്ട് നമ്മൾ നിറയുമ്പോൾ പുറത്തേക്ക് നമ്മൾക്ക് ആ പ്രകാശം കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ എത്രയധികം കൃതജ്ഞത പരിശീലിക്കണോ അത്രയും നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ എന്തായിട്ട് മാറും? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോണ ലെവലിൽ, അതായത് എല്ലാ ആൾക്കാരോടും നന്ദിയുള്ള ഒരാളായിട്ട് നമ്മൾ മാന്ത്രികമായിട്ട് നമ്മൾ മാറും. അപ്പം നമ്മൾക്ക് ഈ മെക്കാനിക്കലായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്ത്. ഇപ്പം നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾ കണ്ടാലും നിങ്ങൾ അതിനൊക്കെ ചാടി ഓടി നന്ദി പറയുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഹൃദയപൂർവ്വമായിരിക്കും പറയണത്. പണ്ടൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടേ ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പെട്ടെന്ന് നിങ്ങളുടെ ആരോഗ്യം നന്നായിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഈസായിട്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഓൾമോസ്റ്റ് ഒന്ന് കമ്മിറ്റ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ നന്ദിയെ എന്നുള്ളൊരു വാക്ക് നമ്മൾ എപ്പോൾ പറയണോ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് അത്രയും വേഗത്തിലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാര്യം ഒരിക്കലും നമ്മൾ ഒന്നും തേടി നടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എഫേർട്ട്ലെസ് ആയിട്ട് നമ്മളിലേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ വളരെ ഹാപ്പിയുള്ള ഒരാളായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മളുടെ ആഗ്രഹങ്ങളുടെ ഒരു പട്ടിക എടുക്കുക. ഓരോ ആഗ്രഹത്തെയും എടുത്തിട്ട് എന്ത് ചെയ്യുക? ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾ ഒച്ചത്തിൽ വായിക്കുക, ആ എഴുതിയ ആഗ്രഹങ്ങൾ. എന്നിട്ട് ആ വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് അത് ശരിക്കും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങൾ അത് ലഭിച്ചതിന് നന്ദി എന്ന് പതുക്കെ പറയാം. അങ്ങനെ ഓരോ ആഗ്രഹത്തിലും നിങ്ങൾ ഹൃദയത്തിൻ്റെ ഒരു മാന്ത്രികത പ്രയോഗിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നടന്നതായിട്ട് ഇങ്ങനെ നന്ദി പറഞ്ഞു പോകുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നടന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. അപ്പോൾ ആ ഓരോ ഫീലിംഗ് നിങ്ങളിങ്ങനെ അതിന് കൊടുക്കും തോറും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷം, നിങ്ങൾക്കിപ്പോൾ നടന്നാൽ കിട്ടുന്ന സന്തോഷം നിങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അത്ര നന്നായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റണോ അത്ര എളുപ്പം നിങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് നിങ്ങൾക്കതൊരു നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നണേ? ആ ഒരു നടന്നുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തൊക്കെ ഒരു നന്ദി പറയും? ആ ഒരു നന്ദിയുടെ വാക്ക് നിങ്ങളിങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ 10 കാര്യങ്ങൾക്ക് നിങ്ങൾ ആ ആഗ്രഹങ്ങൾ നടന്നതായിട്ട് നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇന്നത്തെ ഒരു മാന്ത്രികമായിട്ടുള്ള ആ ഹൃദയ പരിശീലനം നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. പിന്നെ നമ്മൾ റെഗുലർ ചെയ്യണത് പോലെ 10 അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എഴുതുക. ആ ലിസ്റ്റ് എഴുതിയിട്ട് ഇന്ന് നടന്ന ആ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നന്ദി പറയുക. മറ്റത് ആഗ്രഹങ്ങളുടെ ലിസ്റ്റാണ്. പിന്നെ നമ്മൾ റെഗുലർ ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയാണ്. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. മറ്റത് നമ്മൾക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ് നമ്മൾ എഴുതുന്നത്. ഇത് നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ എല്ലാ ദിവസത്തെയും പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ ഉറങ്ങാൻ പോണതിന് മുമ്പ് അന്നത്തെ ദിവസം നടന്ന ഓരോ കാര്യങ്ങൾക്കും നാളത്തേക്ക് വെക്കരുത്, അന്ന് തന്നെ നമ്മൾ നന്ദിയൊക്കെ പറഞ്ഞ് വളരെയധികം ആ ഒരു കൃതജ്ഞതയുടെ ആ ഒരു മാന്ത്രിക സ്പർശം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അതെല്ലാം നമ്മൾക്കിങ്ങനെ നന്ദി എന്ന് പറയുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയാമോ? നമ്മൾ തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ എത്ര അനുഗ്രഹങ്ങളാണ് ഓരോ മനുഷ്യരും തരണേ, എൻ്റെ ജീവിതം എത്ര സപ്പോർട്ടഡാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയധികം നന്ദി ഉണ്ടാവണം. കാര്യം എന്താ? എൻ്റെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉള്ളൂ, ഒരു മോശം കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണില്ല. അപ്പോൾ അതിന് ഞാൻ ദൈവത്തിന്, പ്രപഞ്ചത്തിന്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ കൊളീഗ്സിന്, സ്ട്രേഞ്ചേഴ്സിന്, എത്ര അധികം ആൾക്കാരാണ് ഇന്നത്തെ എൻ്റെ ദിവസം അത്രയധികം സന്തോഷമുള്ളൊരു ദിവസം എനിക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട്
അവർ അത്രയധികം പണിയെടുത്തിട്ടുണ്ട്. അവിടെ എത്ര സേവനങ്ങളാണ് ഞാൻ നേടിയത്. ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ നമ്മൾ ഒത്തിരി ബ്ലെസ്ഡ് ആണെന്ന് തോന്നും. അപ്പോൾ ആ ഒരു ഫീലിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കല്ലെടുത്ത് ആ ഓരോ ആൾക്കാർക്കും ആ ഒരു നല്ല ദിവസം തന്നതിന് നന്ദി പറഞ്ഞിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുക. നാളെ അടുത്തൊരു പ്രാക്ടീസായിട്ട് കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.